നിലമ്പൂരിൽ പോര് മുറുകുന്നോ എന്നാണ് ചോദ്യം. സുജയ. പോര് മുറുകുകയാണ്. ആ പോരിൻ്റെ ഒരു മുറുകലാണ് ഇപ്പോൾ എന്നിലേക്ക് വരാനുള്ള വൈകലിൽ തന്നെ നിങ്ങളുടെ ഒരു പോരിൽ തന്നെ കണ്ടത്. അതേ സമാനമായ രീതിയിലാണ് LDFും UDFും തമ്മിൽ ആ മണ്ഡലത്തിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പക്ഷേ നിങ്ങൾ പറഞ്ഞെല്ലാം ഹലാലായി മാറിയിരിക്കുകയാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുടെ കാര്യം എന്നുള്ളതാണ് എനിക്ക് ആ ചർച്ച കണ്ടപ്പോൾ മനസ്സിലായത്. പ്രേക്ഷകർക്കും അത് മനസ്സിലായി കാണും. കാരണം കിട്ടിയാൽ ആരുടെ ആയാലും വാങ്ങാം എന്നുള്ള നിലപാടിലേക്ക് LDFും UDFും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നിലമ്പൂരിലെ ജനങ്ങൾ ഇക്കാര്യങ്ങൾ തീരുമാനിക്കട്ടെ. മുഖ്യമന്ത്രി 3 ദിവസത്തെ ക്യാമ്പയിനായിട്ടാണ് ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ 2 പ്രസംഗങ്ങൾ കണ്ടപ്പോൾ തന്നെ UDFന് ആകെ വെട്ടിലായ മട്ടിലാണ്. കാരണം മുഖ്യമന്ത്രി ഒരു വിഷയവും വിടുന്നില്ല. PV അൻവർ പറഞ്ഞതിനും അടക്കം മറുപടി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ വിഭാഗമായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ അത് മാറി മാറി സ്വീകരിച്ചിട്ടുണ്ട് എന്നതിപ്പോൾ തർക്കിച്ച് LDFും UDFും സമ്മതിച്ചു കഴിഞ്ഞു. അതായത് ജമാഅത്തെ ഇസ്ലാമിയോടോ അവരുടെ മതരാഷ്ട്രവാദത്തോടോ LDFനോ UDFനോ അയിത്തമില്ല എന്നത് വ്യക്തമാകുന്നു. പക്ഷേ അത് തുറന്നു പറഞ്ഞ ഒരേ ഒരു നേതാവ് VD സതീശനാണ്. അവരുടെ നിലപാട് മാറ്റി, നയം മാറ്റി, അവരങ്ങ് ശുദ്ധീകരിക്കപ്പെട്ടു എന്ന രീതിയിലുള്ള ആ അർത്ഥം വരുന്ന രീതിയിൽ ഒരു വാചകം പ്രയോഗിച്ചത് VD സതീശനാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. LDF എപ്പോൾ പറഞ്ഞു? ഏത് നേതാവ് പറഞ്ഞു? CPI നേതാവ് അവരുടെ മതരാഷ്ട്രവാദത്തോട് യോജിപ്പാണ്. അങ്ങനെയല്ല, മതരാഷ്ട്രവാദമാണല്ലോ അവരുടെ ആശയം. അതിന്റെ വോട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ അംഗീകരിക്കുന്നത് കൊണ്ടാണല്ലോ. അല്ലെങ്കിൽ അവരുടെ വോട്ട് വേണ്ട എന്ന് പറയാമല്ലോ. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, അത് നേരത്തെ പറയാമായിരുന്നു. പറഞ്ഞില്ല. ഇപ്പോഴാണല്ലോ മുഖ്യമന്ത്രിക്ക് അത് പറയാനുള്ള ബോധം ഉദിച്ചത്. അതെന്തായാലും നന്നായി. നിങ്ങളുടെ ന്യൂനപക്ഷ മോർച്ച നേതാവ് പോയത് എന്തിനാ? ന്യൂനപക്ഷ മോർച്ച നേതാവ് പോയെങ്കിൽ അവർക്ക് വോട്ട് തേടിപ്പോയതായിരിക്കും. മതരാഷ്ട്രവാദത്തെ അയാൾ ആ പ്രത്യേക വ്യക്തി അംഗീകരിക്കുന്നുണ്ടാവും. നരേന്ദ്രമോദി ഒന്നും എന്തായാലും പോയില്ലല്ലോ. അപ്പോൾ ഇവിടെ VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറയുന്നതിനെ BJPയുടെ ഒരു നേതാവ് പറയുന്നത്, അതായത് ഓരോരുത്തരുടെയും പോർട്ട്ഫോളിയോ നോക്കണം. UDFന്റെ ചെയർമാനാണ് മതരാഷ്ട്രവാദികൾക്ക് വെള്ള പെയിന്റ് അടിച്ചത്. അതിനെയാണ് ഇപ്പോൾ LDF വിമർശിക്കുന്നത്. അതുപോലും ഡോക്ടർ അരുണ് മനസ്സിലാവുന്നില്ലേ? ഞാൻ വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ കുറച്ചു നേരം തർക്കിച്ച സമയം പോയതാണല്ലോ. എന്തായാലും മതനിരപേക്ഷ കുടുംബ സദസ്സ് 16-ാം തീയതി LDF സംഘടിപ്പിക്കുന്നുണ്ട്. അത് PDPയുടെ അടക്കം പിന്തുണ വാങ്ങിക്കൊണ്ടാണ് ഈ മതനിരപേക്ഷ കുടുംബ സദസ്സ്. അപ്പോൾ ആ കുടുംബ സദസ്സിൽ എന്താണ് LDF പറയാൻ പോകുന്നതെന്ന് അറിയാനാണ് ഞാൻ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. തിങ്കളാഴ്ചയാണ് ആ കുടുംബ സദസ്സ് നടക്കാൻ പോകുന്നത്. VD സതീശൻ പറയുന്നു, വീട് കയറി പച്ചയ്ക്ക് വർഗീയത പറയുകയാണ് LDF ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ക്വാഡുകൾക്ക് അങ്ങനെയുള്ള നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത് എന്ന് VD സതീശൻ പറയുന്നു. എന്നാൽ ഇന്ന് ലീഗ് വന്നിരിക്കുമ്പോൾ ലീഗിൻ്റെ പാണക്കാട് തങ്ങളായാലും അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടിയായാലും VD സതീശൻ പറഞ്ഞതിനെ അംഗീകരിക്കുകയോ ഈ മതരാഷ്ട്രവാദത്തോട് തങ്ങൾക്ക് യോജിപ്പുണ്ട് അല്ലെങ്കിൽ യോജിപ്പില്ല എന്ന കാര്യം പറയുകയോ ചെയ്തിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ആര്യാടൻ ഷൗക്കത്ത് എഴുതിയ ഒരു ലേഖനമുണ്ട്. 2016 ഒക്ടോബറിൽ മാതൃഭൂമിയിലാണ് അത് പ്രസിദ്ധീകരിച്ചത്. മതഭരണകൂടമല്ല, മതേതര ജനാധിപത്യം. ആ തലക്കെട്ടിൽ ലേഖനം എഴുതി ആര്യാടൻ ഷൗക്കത്തും ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൂടി വേണം എനിക്ക് ജയിക്കാൻ, അത് എന്തായാലും ഉറപ്പിച്ചു തരണേ എന്ന് VD സതീശനോട് പറഞ്ഞിട്ടുണ്ടാകും. അല്ലെങ്കിൽ UDF ഒന്നിച്ചെടുത്ത തീരുമാനമാണ് എന്ന് VD സതീശൻ ഇന്ന് ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. VD സതീശൻ ഇന്ന് പറഞ്ഞ വാചകമാണ്, പഴയ വാചകമല്ല, 3-4 ദിവസമായി ചർച്ച ചെയ്യുന്നതല്ല, ഇന്ന് പറഞ്ഞ വാചകമാണ്. വെൽഫെയർ പാർട്ടി പിന്തുണ തീരുമാനം UDF ഒറ്റക്കെട്ടായി എടുത്തതാണ്. അപ്പോൾ മതഭരണകൂടമല്ല, മതേതര ജനാധിപത്യം എന്ന 2016 ലേഖനമൊക്കെ ആര്യാടൻ ഷൗക്കത്ത് അപ്പാടെ മടക്കി കീശയിലിട്ടിട്ടാണോ ഈ പിന്തുണ സ്വീകരിച്ചത് എന്ന ചോദ്യം കൂടി നിലമ്പൂരിൽ മുഴങ്ങുമെന്നുള്ളത് ഉറപ്പാണ്. അന്ന് ഈ മൗദൂദിയുടെ പുസ്തകം അടക്കം വെച്ചുകൊണ്ടാണ് അന്ന് നടന്ന ചാനൽ ചർച്ചകളിലും ഷൗക്കത്ത് സംസാരിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളിലെല്ലാം ജമാഅത്തെ ഇസ്ലാമി ഇതിന് ശേഷം ആര്യാടൻ ഷൗക്കത്തിനെ വീണ്ടും വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇരു മുന്നണികളും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ജനങ്ങളെ പറ്റിക്കുകയാണ്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലമ്പൂരിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് വെച്ച് മാത്രം നമുക്ക് സംസാരിക്കാം. മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് BJPയുടെ ഒരാൾ പിന്തുണ സ്വീകരിക്കാൻ പോയി കൂടിക്കാഴ്ച നടത്തിയെന്നൊക്കെ താങ്കൾ പറയുന്ന ആ വാദത്തിലേക്ക് ഞാൻ എന്തായാലും വീഴാൻ ഒരുങ്ങുന്നില്ല. നിലമ്പൂരാണല്ലോ ചർച്ചാ വിഷയം. അപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വന്ന് ഈ മുന്നണികൾ വോട്ട് വാങ്ങുന്നത് അത് മതേതരത്വമാണ്, ഞങ്ങൾ മതനിരപേക്ഷ കക്ഷികളാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ തന്നെ ഈ രീതിയിൽ വോട്ട് വാങ്ങുന്നതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുക, അത് ജനങ്ങൾ എങ്ങനെയാണ് എടുക്കുക എന്നതുകൂടി അറിയണം. ഇന്നിപ്പോൾ സണ്ണി ജോസഫ് മറ്റൊരു കാര്യത്തിന് കൂടി VD സതീശനെ എൻഡോഴ്സ് ചെയ്യാതെ വിട്ടിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, കത്തോലിക്ക കോൺഗ്രസ് കഴിഞ്ഞ ദിവസം ഇറക്കിയ ഒരു പത്രപ്രസ്താവനയുണ്ട്, ജൂൺ 11-ാം തീയതി. അതിൽ അവർ പറഞ്ഞത് വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള കൂട്ടുകെട്ട് മതേതര ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയും അവസരവാദ രാഷ്ട്രീയവുമാണ്, വോട്ടിന് വേണ്ടി മതതീവ്രതയെ മാന്യതയാക്കുന്ന തന്ത്രം എന്നതാണ് VD സതീശനെതിരെ അവർ പറഞ്ഞത്. അതിന് VD സതീശൻ അവരെ കാസയാക്കി, കത്തോലിക്ക കോൺഗ്രസിനെ കാസയാക്കി. കത്തോലിക്ക കോൺഗ്രസ് കാസയായത് എപ്പോഴാണ്, അല്ലെങ്കിൽ കാസയും കത്തോലിക്ക കോൺഗ്രസും ഒന്നാണോ എന്നതിന് മറുപടി പറയേണ്ടത് കത്തോലിക്ക കോൺഗ്രസ് ആണത്. ഫാദർ മാത്യു തൂമുള്ളിലോ അല്ലെങ്കിൽ ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിലോ അതിനുള്ള മറുപടി അടുത്ത ദിവസം തന്നെ VD സതീശന് കൊടുക്കുമെന്നുള്ളതും നമുക്ക് അറിയാം. അത് സണ്ണി ജോസഫിന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ആ ചോദ്യത്തിന് സണ്ണി ജോസഫ് മറുപടി പറയുന്നില്ല. അപ്പോൾ VD സതീശൻ പറയുന്ന കാര്യങ്ങൾക്ക് KC വേണുഗോപാൽ പോലും എൻഡോഴ്സ്മെന്റ് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ സണ്ണി ജോസഫ് കൊടുക്കുന്നില്ല, അടൂർ പ്രകാശ് കൊടുക്കുന്നില്ല, PK കുഞ്ഞാലിക്കുട്ടി കൊടുക്കുന്നില്ല, സാദിഖ് അലി തങ്ങൾ കൊടുക്കുന്നില്ല. പിന്നെ എന്താണ് VD സതീശൻ പറഞ്ഞതിൽ നിലനിൽക്കുന്ന കാര്യം എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ VD സതീശന് എങ്ങനെയാണ് ഇങ്ങനെയൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുക? പിന്തുണ സ്വീകരിക്കുന്നതും വോട്ട് വാങ്ങുന്നതിനും ഒപ്പം തന്നെ ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അത് അവർക്ക് ഇനിയും എത്രയോ കാലം ഉപയോഗിക്കാൻ പറ്റും. UDFന്റെ ചെയർമാനായിട്ടുള്ളയാൾ ഞങ്ങളുടെ പിന്തുണയെ പറ്റി അല്ലെങ്കിൽ ഞങ്ങളുടെ അസ്തിത്വത്തെ പറ്റി പറഞ്ഞ വാചകം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സൗണ്ട് ബൈറ്റ് അത് കാലാകാലങ്ങളിൽ എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ്. അപ്പോൾ
രാഷ്ട്രീയമായി ഒന്നും ചർച്ചയാക്കാതെ, വിഷയങ്ങൾ ചർച്ചയാക്കാതെ മതപരമായ ഒരു പോരാട്ടമാക്കാനായിട്ടുള്ള ശ്രമം നിലമ്പൂരിൽ അവസാന ലാപ്പിൽ നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം മാറ്റി നിർത്തിയ ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചുകൊണ്ട് അവരെ വെള്ളപൂശുന്ന നിലപാടെടുത്ത ഒരു UDF ചെയർമാൻ, അങ്ങനെയായിരിക്കും പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഇനിയിപ്പോൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്നത്. അതോടൊപ്പം തന്നെ പിണറായി വിജയൻ എന്ന് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം, മാധ്യമം പത്രത്തിൻ്റെ അതുപോലെ തന്നെ അവരുടെ തന്നെ ഉടമസ്ഥതയിലുള്ള മീഡിയ വൺ ചാനലിൻ്റെ അതിൻ്റെയൊക്കെ ഉദ്ഘാടനത്തിന് പാണക്കാട് തങ്ങൾ എന്തേ പോയില്ല? അപ്പോൾ ഇവർ നല്ല ആൾക്കാരാണ്, വോട്ട് വാങ്ങുന്നതിലൊന്നും പ്രശ്നമില്ല എന്നൊരു നിലപാടാണ് അന്നത്തെ തങ്ങൾക്കുണ്ടായിരുന്നതെങ്കിൽ അന്നത്തെ ഉദ്ഘാടനത്തിനൊക്കെ പോകുമായിരുന്നല്ലോ. അപ്പോൾ ആ നിലപാട് മാറ്റിയോ? അതുകൊണ്ടാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ട എന്ന് പറഞ്ഞ പാണക്കാട് തങ്ങൾ സത്യം പറഞ്ഞേനെ. അതിനു മുൻപ് പി.കെ. കുഞ്ഞാലിക്കുട്ടി തടയിടുന്നത് ഇത് പറയരുത്, ഇതിപ്പോൾ പറയേണ്ടതല്ല, ഇത് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോട്ടെ, 19-ാം തീയതി കഴിഞ്ഞിട്ട് നമുക്ക് പറയാമല്ലോ എന്ന് പറഞ്ഞ് അത് പോസ്റ്റ്പോൺ ചെയ്യിപ്പിച്ച് വെക്കുകയാണ്. അതാണ് അവിടെ നമ്മൾ കണ്ടത്. ഇതൊക്കെ പിണറായി വിജയൻ പറഞ്ഞ ഇന്നത്തെ മറ്റൊരു വാചകം കൂടി ശ്രദ്ധേയമാണ്. UDF-ലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന വിഭാഗം, അത് ഇൻഡയറക്റ്റ് ആയിട്ട് VD സതീശനുള്ള ഒരു കൊട്ടാണ്, എല്ലാവരുടെയും സഹായം തേടാൻ തീരുമാനിച്ചു. അവസരവാദ നിലപാടാണിത്. തൽക്കാല ലാഭം മാത്രം നോക്കിയാൽ മതി. അത് ജനങ്ങളും ചോദിക്കും, തൽക്കാല ലാഭം നേടി ആരൊക്കെ അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളത്. അതോടൊപ്പം തന്നെ PV അൻവർ ഇന്ന് ഒരു കാര്യം ചോദിച്ചു. മുഖ്യമന്ത്രി 3 ദിവസം അവിടെ ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്, ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ PV അൻവർ ചോദിച്ച ഒരു കാര്യം നമ്മളോട് തന്നെയാണ് സംസാരിച്ചത്. നിലമ്പൂരിലെ LDF-ന്റെ പ്രചാരണ ബോർഡുകളിൽ അതുപോലെ ഫ്ലെക്സുകളിൽ അതിലൊന്നും മുഖ്യമന്ത്രിയുടെ പടം എന്താണ് വെക്കാത്തത്? മുഖ്യമന്ത്രി ക്യാപ്റ്റൻ നയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്, ക്യാപ്റ്റനാണ് ഇതിൽ. VD സതീശൻ ജയിച്ചാലും തോറ്റാൽ അതിന്റെ ഉത്തരവാദിത്തം എനിക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. VD സതീശനെ എല്ലാത്തിലും ഞാൻ കുറ്റം പറയുന്നില്ല. VD സതീശൻ തോറ്റാൽ അതിന്റെ ഉത്തരവാദിത്തം തനിക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ തീരുമാനം എടുത്തതിനെ ചൊല്ലിയൊക്കെയുള്ള ചോദ്യങ്ങൾ കുറെ വന്നു കഴിഞ്ഞപ്പോൾ പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന്റെ ഉത്തരവാദിത്തം എനിക്കാണെന്ന് പറയുന്നില്ല. അതേസമയം ഒരു ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ആ ഉറപ്പാണ് നിലമ്പൂരുകാർക്ക് കൊടുക്കുന്ന വലിയ ഉറപ്പായിട്ട് ഞാൻ കാണുന്നത്. ഏത് സ്ഥാനവും വഹിക്കാൻ യോഗ്യനാണ് സ്വരാജ്, ഞങ്ങൾ കാത്തിരിക്കുന്നു, നിങ്ങൾ വിജയിപ്പിച്ചയക്കൂ. അപ്പോൾ സ്വരാജിനെ മന്ത്രിയാക്കും എന്നുള്ള ഒരു ഉറപ്പാണോ? കാരണം തൃശ്ശൂർ എടുത്താൽ സുരേഷ് ഗോപി മന്ത്രിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് തൃശ്ശൂരുകാർക്ക് കൊടുത്ത ഒരു ഉറപ്പ് പോലെയാണ് നിലമ്പൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൊടുത്തിരിക്കുന്ന ഉറപ്പ്. ഏത് സ്ഥാനവും വഹിക്കാൻ യോഗ്യനാണ്, ഞങ്ങൾ കാത്തിരിക്കുന്നു, നിങ്ങൾ വിജയിപ്പിച്ചയക്കൂ എന്ന് പറയുന്നു. ഇനിയിപ്പോൾ കുറച്ച് മാസങ്ങളെ ഉള്ളെങ്കിലും നിലമ്പൂരുകാർക്ക് PV അൻവറോ 2 ടേമായിട്ട് മന്ത്രിയൊന്നും ആയില്ലല്ലോ, ഇടത് സർക്കാർ 2 ഊഴമായി ഭരിക്കുന്നു. അപ്പോൾ സ്വരാജിനെ വിജയിപ്പിച്ചാൽ നിലമ്പൂരുകാർക്ക് ഈ അവസാന മാസങ്ങളിൽ ഒരു മന്ത്രിയെ കിട്ടുമോ? അതാണോ മുഖ്യമന്ത്രി പറഞ്ഞത്? ആ കാര്യവും വരും ദിവസങ്ങളിൽ അവിടെ ചർച്ചയാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ കയ്യിൽ കാശുണ്ടെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കുന്ന സർക്കാർ എന്നൊക്കെ പറയുമ്പോൾ അവിടെയുള്ള പാവങ്ങളുടെ ദുരിതം കൂടി കാണണം. അവിടെയുള്ള പാവപ്പെട്ട മനുഷ്യരെ എല്ലാവരെയും കൃത്യമായി സഹായിക്കുന്നുണ്ടോ? കാളികാവിലെ കടുവയൊക്കെ ഒരു മാസമായിട്ട് അതിലേക്ക് ഇറങ്ങി നടക്കുകയാണ്. അതിനെ പിടിക്കാനായിട്ട് ആ വനമന്ത്രിയോടൊക്കെ ഒന്ന് മുഖ്യമന്ത്രി പറയണം. 3 ദിവസം അതിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ കാളികാവ് വഴിയൊന്ന് മുഖ്യമന്ത്രി പോയി ആ കടുവയുടെ മുന്നിൽ പെടരുതേ എന്നൊരു പ്രാർത്ഥന കൂടി ഞാൻ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുകയാണ്. ആശമാർ കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ആശമാരുടെ കടന്നുവരവ് അത് ആർക്ക് ഗുണമാകും? ആ വിഷയമടക്കം അവിടെ നിൽക്കുകയാണ്. മലപ്പുറം പരാമർശവും ക്ഷേമ പെൻഷനും ഒക്കെ അടുത്ത 4 ദിവസമേ ഉള്ളൂ. ചൊവ്വാഴ്ചയാകുമ്പോഴേക്കും ഈ പരസ്യ പ്രചാരണത്തിന്റെ സമയം തീരുകയാണ്. അപ്പോൾ ആ കടുവയുടെ കാര്യത്തിലൊക്കെ ഒന്ന് അറ്റ്ലീസ്റ്റ് തീരുമാനമാക്കിയിട്ട് മുഖ്യമന്ത്രി ചന്തക്കുന്നും മൂത്തേടവും ഒക്കെ കടന്നൊന്ന് പോവുകയാണെങ്കിൽ നന്നായിരിക്കും. മുഖ്യമന്ത്രി കേന്ദ്രത്തിന് എഴുതിയ ഒരു കത്തുണ്ട്, അതിനകത്ത് ക്ഷുദ്രജീവിയായിട്ട് പന്നിയെ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു. എന്താ തീരുമാനം? പ്രഖ്യാപിക്കില്ല എന്ന്. ആ തീരുമാനം ആർക്ക് അനുകൂല? പന്നിക്ക് അനുകൂലമാണ്. പന്നി രക്ഷപ്പെട്ടില്ല. അത്രേ ഉള്ളൂ. Meet the editors.